എല്ലാം നല്ല വിളഞ്ഞിട്ടുണ്ട്. അല്പ സ്ഥലമുള്ളവർക്കും ചെയ്യാം. ഒരു 5-6 ഇഷ്ടിക ഒന്ന് അടുക്കി വെച്ചിട്ട് ഒരു ചെടിച്ചട്ടിയിൽ ഒരു കുരുമുളക് തൈ നട്ടാൽ അത് ഇതിൽ തന്നെ പടർന്ന് പന്തലിച്ച് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് കിട്ടും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഐലൻഡ്സ് ഓഫ് ഗ്രീൻ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു ഗാർഡൻ വിസിറ്റിനോ അല്ലെങ്കിൽ നേഴ്സറിയിലോ ഒന്നുമല്ല. എൻ്റെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുരുമുളക് കൃഷി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നട്ടതൊന്നും അല്ല കേട്ടോ. 7 വർഷം മുന്നേ തന്നെ പപ്പ നട്ട് വളർത്തിയതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെറുതായിട്ടൊക്കെ കായ്ഫലങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യമാണ് ഇത്രയും കൂടുതൽ വിളവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുരുമുളക് കൃഷി പപ്പ ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ചെയ്തതെന്നും പിന്നെ എന്തൊക്കെ വളങ്ങളാണ് കൊടുത്തത് എന്നൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു മൂട് ഇന്ന് വിളവെടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ പപ്പയുടെ ആയിട്ട് തന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പപ്പ എന്താ പരിപാടി? എന്ത് പറയാ, കുരുമുളകൊക്കെ പഴുത്തല്ലേ? അതൊക്കെ അങ്ങ് അടക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. പപ്പയുടെ അടുത്ത് തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കാം. അത് നന്നായി, കാരണം എനിക്കത് പറയാൻ കഴിയൂ. അപ്പോഴപ്പം ഈ ഒരു കുരുമുളകിൻ്റെ കൃഷി തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 8-10 വർഷമായി. 8-10 വർഷമായി. പക്ഷെ ആദ്യമായിട്ടാണല്ലേ ഇത്രയും കൂടുതലായിട്ട് എമൗണ്ട് കിട്ടുന്നത്? വിളവ് ഇത്രയും കൂടുതൽ കിട്ടുന്നത് ഇപ്പം തന്നെ. ഈ ഒരു 7 വർഷമായിട്ട് അപ്പം എന്തൊക്കെ വളങ്ങളാണ് ഇനി ഇട്ട് കൊടുത്തത്? പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല. ഞാൻ ചാമ്പൽ ഇട്ട് കൊടുക്കാറുണ്ട്. ചാമ്പൽ എന്ന് പറയുമ്പോൾ നമ്മൾ അടുപ്പിൽ കത്തിക്കണ അങ്ങനത്തെ? കാരണം ഈ ചാമ്പൽ ഇടുന്ന തന്നെ ഒരു പ്രധാന കാരണം, ഞാൻ റബ്ബർ ഷീറ്റ് പുകയിടാറുണ്ട്. അപ്പൊ അതിന് ഉപയോഗിക്കണ വിറക് നിന്ന് ഒരുപാട് ചാമ്പൽ കിട്ടും. ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിന്റെ മൂടുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചാമ്പൽ വാരി ഞാൻ ഇതിന്റെ മൂടുകളിൽ മാറി മാറി ഇട്ട് കൊടുക്കും. അല്ല പ്രത്യേകിച്ച് വെള്ളമോ അല്ലെങ്കിൽ ചാണകം അങ്ങനെയൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാറില്ല? പ്രത്യേകിച്ച് ഞാൻ ഇതിന് ഒരു വളം ഇട്ടിട്ടില്ല. പിന്നെ ഇതിന്റെ ചുറ്റിലുള്ള കരിയില, പുല്ലുകള് ഇതൊക്കെ പറിച്ചണച്ച് കൊടുക്കും. മൊത്തം അപ്പൊ എത്ര മൂട് കുരുമുളക് നട്ടിട്ടുണ്ട് ഇപ്പം? ഞാൻ 10-100 മൂട് നട്ടിട്ടുണ്ട്. എല്ലാം കായ്ച്ചാതെ? ഇല്ല, 10-30 മൂട് കായ്ച്ചു നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ലാഭം തോന്നിയെന്ന് വെച്ചാ ഇപ്പൊ അടുത്തെടുക്കാണ്. കഴിഞ്ഞതിന് കുറച്ച് കിട്ടി. അത് നമ്മളെ വീട്ടാവശ്യത്തിനും അത്യാവശ്യം ബന്ധുക്കൊക്കെ കൊടുത്തു. പക്ഷെ ഇപ്പൊ ഇല്ല, വിൽക്കാനായിട്ട് തന്നെ ഇപ്പൊ കിട്ടും എന്നാണ് പ്രതീക്ഷ. നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. പഴുത്ത് തുടങ്ങി. നന്നായിട്ട് പഴുത്തിട്ടൊക്കെ ഉണ്ടല്ലേ നല്ല? സത്യത്തിൽ ഈ കുരുമുളക് കുറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇതിപ്പോ നമ്മളതിൽ ഏതാണ് ഇപ്പം പപ്പ ഈ നട്ട് വളർത്തിയിരിക്കണ ടൈപ്പാണ്? ഇതിന്റെ ഇനങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പന്നിയൂറ്, കുതിരവാലി എന്നൊക്കെ ഇങ്ങനെ കുറെ ഐറ്റങ്ങളുണ്ട്. പിന്നെ ഇത് നാടൻ വെറൈറ്റി. നമ്മുടെ ഇതിലൊക്കെ വളരെയല്ലേ. അപ്പൊ ഈ സാധാരണ ഈ റബ്ബറിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഒരു കൃഷികളും നന്നായിട്ട് നമുക്ക് ഈൽഡ് കിട്ടൂലെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കുരുമുളക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തറയിലൊക്കെ ഒരുപാട് വള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഇത്രയും സക്സസ്ഫുൾ ആയത് ഈ റബ്ബറിന്റെ ഇടയിൽ? അപ്പൊ സാധാരണ ഈ റബ്ബറിലാണ് ഈ വളർത്തി വിട്ടേക്കണത്? അതേ വേറെ ഇതിന് വേണ്ടിയിട്ട് വേറെ മരങ്ങളൊക്കെ ഉണ്ടോ നട്ട് വളർത്തി ഇങ്ങനെ നമുക്ക് പടർത്തി കയറ്റണമല്ലോ അതിന് വേണ്ടിയിട്ട്? റബ്ബർ നട്ട് അതിനുള്ള ജോലികൾ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പാഴ് വൃക്ഷങ്ങൾ പൊടിച്ചു വന്നു. വട്ട, മഹാഗണി, വയണ, നമ്മളെ മഞ്ചാടി, മാഞ്ഞിൽ, അങ്ങനെ ഇത്തിരി മരങ്ങൾ പൊടിച്ചു വന്നു. അപ്പോൾ സാധാരണ റബ്ബറിൻ്റെ ഇടയിൽ ഇതൊന്നും അങ്ങനെ ആരും നിർത്താറില്ല. റബ്ബറിൻ്റെ വിളവ് അതിന്റെ വരുമാനം നഷ്ടമാവുന്ന കരുതി അതിൽ കറയിട്ടേ. ഞാനത് നോക്കിയില്ല. ഞാൻ ഇതിൽ കൊള്ളാന്നുള്ളതൊക്കെ അങ്ങ് നിർത്തി. അപ്പോൾ അത് വളർന്നു വന്നപ്പോൾ ഞാൻ കരുതി ഇത് കുരുമുളക് ഇട്ട് നോക്കാം എന്ന് കരുതി. നട്ടാ മതിയാവും അല്ലേ? പൊടിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ. ഇത്രയും തന്നെ കട്ട് ചെയ്യേണ്ട ഇത് നടേണ്ട രീതിയൊക്കെ എങ്ങനെയാണ്? ഇത് ഞാൻ നട്ടത് ഇതുപോലെ വലിച്ച് ഇങ്ങനെ പടലോടെ എടുത്തിട്ട് ഈ മണ്ണിന്റെ അടിയിലോട്ട് വയ്ക്കണ ഭാഗത്തുള്ള ഇലകൾ അങ്ങ് നുള്ളിക്കളയും. എന്നിട്ട് ഒരു
ഒരു 3/4 മുഴം കണക്കിന് മണ്ണിൻ്റെ അടിയിൽ പോകത്തക്ക രീതിയിൽ നടും. അങ്ങനെയാണ് ഞാൻ നട്ടത്. എനിക്ക് അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും അറിയില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. നട്ട് പക്ഷേ അതിൻ്റെ മഴയൊക്കെ കിട്ടുമ്പോൾ അങ്ങ് പൊടിച്ച്. അപ്പോൾ ഇത്രയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ടല്ലേ? പിന്നെ ഹാപ്പിയാണ്. കാരണം നമ്മൾ ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും വിളവ് കിട്ടണം, അതൊരു സന്തോഷം. അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ സാധാരണ ഇതിന്റെ ഇടയിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. ഈ റബ്ബർ നിൽക്കുമ്പോൾ ഇത് മുറിച്ച് കളയുമ്പോൾ ഇതിന് വെളിച്ചം കിട്ടുകയും നല്ല കായ്ഫലം കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രമല്ല കൊടുക്കാനുള്ള ഇത് ഇത് പിടിച്ചിട്ടുണ്ട്. ഈ ബാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കൂട നമ്മളെ ഈ കുരുമുളക് പറിച്ചിടാനായിട്ട് ആണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പപ്പ അത് കെട്ടിയിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് പറിച്ചിടാൻ വേറെ ഒന്നുമില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് കെട്ടിക്കുന്നേ ഉള്ളൂ. കാരണം ഏകദേശം ഒരു മൂട് നമ്മളിൽ നിന്ന് വിളവെടുക്കുമ്പോൾ തന്നെ ഈ ഒരു കൂട 3/4 ഭാഗം അല്ലെങ്കിൽ നിറഞ്ഞ് കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് പറിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ മുളക് തട്ടാനായിട്ട് കുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഈ കുട്ട നിറഞ്ഞ് നമുക്ക് കിട്ടും. ഇത് ഒരു മൂട് എടുത്തപ്പോഴാണ് കേട്ടോ ഇത്രയും വിളവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പെട്ടിയിലോട്ട് ഇത് തട്ടാം. അപ്പോൾ തട്ടിക്കും. നല്ല പഴുത്തതും നല്ല മുറ്റിയ കുരുമുളകാണ്. കണ്ടോ, ഇത്രയും നിറച്ച് നമ്മുടെ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി അല്ലേ ഇത്രയും കണ്ടിട്ട്? പിന്നെ വളരെ ഹാപ്പി. ഇതുപോലെ എല്ലാ മൂട്ടിൽ നിന്നും കിട്ടുമായിരിക്കും. 30 മൂടുണ്ടല്ലോ. എല്ലാം നല്ല ഒരുവിധം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇത്രയും ഇന്നലെ ഒരു മൂടിയിൽ നിന്ന് കിട്ടിയ കുരുമുളകാണ്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ അടുത്ത് എന്താണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കുരുമുളക് ഉണ്ടല്ലോ, നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഈ മെയിനായിട്ടുള്ള ഈ ഒരു 4 പോർഷൻ കളഞ്ഞതിന് ശേഷമാണ് നമ്മളിനി അടുത്തായിട്ട് കഴുകാനൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഈ ഓരോ മുളകായിട്ട് നമുക്ക് അടർത്തിയിടാം. ഇങ്ങനെയാണ് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ, കുറച്ച് പണിയാണ്, എന്നാലും ഒരു സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ തന്നെ കുരുമുളക് പൊടി ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ ഒരു മൂടിൻ്റെ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പം കുറേ എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് ചവിട്ടി നമുക്കിതിൻ്റെ മുളക് മാത്രമായിട്ട് മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്രഷ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഇങ്ങനെ എടുത്ത് ക്രഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പണി. കണ്ടോ, നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മെത്തേഡ് ഓർമ്മ വന്നത്. കണ്ടോ, അപ്പോൾ കുറേ നാരൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കും, കുറേ നാരിങ്ങനെ കിടക്കും. പിന്നെ ചിലതിൽ മാത്രം ഇങ്ങനെ 5ഓ 6ഓ ഒക്കെ വെച്ച് കിടക്കും. അത് മാത്രം നമുക്ക് എടുത്താൽ മതിയാകും. കൂടുതൽ ക്രഷ് ചെയ്താൽ അതും കൂടെ ഇളകി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ കുരുമുളക് കണ്ടോ നാരൊക്കെ കളഞ്ഞ് നല്ലപോലെ പൊഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മളിത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. വാഷിംഗ് ആണ് കേട്ടോ. നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഈ പൊടിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് രണ്ട് വെള്ളമൊക്കെ കഴുകിയാൽ മതിയാകും കേട്ടോ. കാരണം വലിയ പൊടിയൊന്നുമില്ല, നമ്മളിത് വള്ളിയിൽ നിൽക്കുന്ന സാധനമല്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് 1ഓ 2ഓ വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴുകി വച്ചിരിക്കുന്ന ഈ കുരുമുളകിനെ വെയിലത്തിട്ട് നല്ല ചാക്കിലിട്ട് ഇതുപോലെ നിരത്തി വയ്ക്കുന്നതാണ്. 3-4 ദിവസത്തിന് നല്ലപോലെ നമ്മൾ ഇങ്ങനെ നിരത്തിയിട്ട് ഉണക്കിയെടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനും അല്ലെങ്കിൽ കടയിൽ കൊടുക്കാനാണെങ്കിൽ അതിനുള്ള ഒരു പാകമൊക്കെ ആയി കിട്ടും. നല്ലപോലെ കൂടിക്കിടക്കാൻ പാടില്ല, എന്നാൽ ഉണങ്ങാൻ നല്ല താമസിക്കും. നമ്മളിങ്ങനെ എല്ലായിടത്തും ഒരുപോലെ തന്നെ നിരത്തി ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, 3-4 ദിവസത്തെ നല്ല ഉണക്കിന് ശേഷം നമ്മുടെ കുരുമുളക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറുത്ത പൊന്നെന്ന് പറയുന്ന നമ്മുടെ കുരുമുളക് നല്ല കറുത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് കറക്റ്റ് ബ്ലാക്ക് പെപ്പർ ആയത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് ആ ഒരു പാകം എത്തിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരെണ്ണം എടുത്ത് കടിച്ച് നോക്കണം. കടിച്ച് നോക്കുമ്പോൾ കണ്ടോ
കറക്റ്റ് നടുക്ക് ഭാഗം വച്ചിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ അത് പാകമായെന്നാണ് കേട്ടോ മീനിങ്. അതേസമയം കടിക്കുമ്പോൾ ഇങ്ങനെ തൊലി സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഉരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതായിട്ടില്ല, കുറച്ചുകൂടെ ആകാനുണ്ടെന്നാണ് അർത്ഥം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാകം നമുക്ക് മനസ്സിലാകുന്നത്. കണ്ടോ, അപ്പം ഇത്രയാണ് നമ്മൾ ഒരു മൂട്ടിൽ നിന്ന് വിളവ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നമുക്കുള്ളതും പിന്നെ വേണമെങ്കിൽ കൊടുക്കാനുള്ള ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ അത്യാവശ്യത്തിന് ഈ കുരുമുളക് കുറച്ച് സ്ഥലമൊക്കെ വീട്ടിലുള്ളവർക്കായിരുന്നാലും ഒക്കെ എങ്ങനെ സക്സസ് ആയിട്ട് കുരുമുളക് കൃഷി നടത്താൻ പറ്റുമെന്ന് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാനായിട്ടുണ്ടോ? ഇത് എല്ലാവർക്കും അല്പസ്ഥലമുള്ളവർക്കും ചെയ്യാം. ഒരു 5-6 ഇഷ്ടിക ഒന്ന് അടുക്കി വെച്ചിട്ട് ഒരു ചെടിച്ചട്ടിയിൽ ഒരു കുരുമുളക് തൈ നട്ടാൽ അത് ഇതിൽ തന്നെ പടർന്ന് പന്തലിച്ച് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് കിട്ടും. പിന്നെ ഇതിന് വലിയ അധ്വാനമൊന്നും വേണ്ട, കുറച്ച് വളം മതി. ഇതൊന്ന് പടർന്ന് അത് പടല് വേണം, അതാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ ഇത്തിരി വെള്ളവും വെളിച്ചമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിലധികം നമുക്ക് കുരുമുളക് കിട്ടും. നമ്മുടെ ചുറ്റുപാട് തന്നെ ഉള്ള ചെറിയ വൃക്ഷ തൈകളിലും അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ പൈപ്പ് ഉണ്ടല്ലോ, PVC പൈപ്പ്, അതൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് അതിനകത്ത് ഇത്തിരി മണ്ണൊക്കെ നിറച്ചതിന് ശേഷം ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ അതിനൊക്കെ ഇത് പടർത്തിവിടാം. അപ്പോൾ അത് ഒരുപാട് അങ്ങ് ഉയരുകയല്ല, നമുക്ക് തന്നെ കൈകൊണ്ട് മൂട്ടിൽ നിന്ന് പറിക്കത്തക്ക രീതിയിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് വിളയിച്ചെടുക്കാം. അല്ലാത്തവർക്ക് മരങ്ങളുള്ളവർക്ക് ഇതുപോലെ ആണെങ്കിൽ വലുതായിട്ട് വേണമെങ്കിൽ നട്ടുപോയത്. അതായത് ഇതിൻ്റെ കുരുപ്പാലെന്ന് പറയും ഇത് പടർത്തി വിടണതിന്. അതൊക്കെ വെച്ച് നല്ല കൃഷി ചെയ്യണവർക്ക് നല്ല ആദായപരമായി തന്നെ കൃഷി ചെയ്ത് വിജയത്തിലെത്തിക്കാൻ പറ്റും. പിന്നെ എല്ലാത്തിനും ഒരു ആശ്രയം നമ്മുടെ കാലവർഷം കൂടെയാണ്. താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ ചുറ്റുപാടുമൊക്കെ തന്നെ വീട്ടിലുമൊക്കെ തന്നെ ഇത് കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള കുരുമുളക് കൃഷി ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വിൽക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.